ഈ പാപ്പമാർ മരിക്കുമ്പോൾ ശരിക്കും വേണ്ടത് എന്താണ്, മൈറ്റർ വേണം. ഈ മൈറ്റർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പൊക്കത്തിലുള്ളൊരു തൊപ്പി ഉണ്ടല്ലോ, ലാറ്റിൻ ബിഷപ്സ് ഉപയോഗിക്കുന്ന തൊപ്പിയാണ് മൈറ്റർ എന്ന് പറയുന്നത്. അത് വേണം. പിന്നെ പാലിയം വേണം. ഇങ്ങനെ എന്താണ്, ആടിൻ്റെ രോമം കൊണ്ടുണ്ടാക്കിയ അത് ആർച്ച് ബിഷപ്പുമാർ ഉപയോഗിക്കുന്നതാണ്, അതും ഉണ്ടായിരിക്കണം. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഇപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇദ്ദേഹം പരിശുദ്ധ അമ്മയുടെ ഭക്തനായതുകൊണ്ട് ആണ് റോസറി അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഈ ഫ്യൂണറലിന് ഇത്രയും കാര്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ഇതിൻ്റെ ക്ലോസിങ് സീലിംഗ് സെറിമണി. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി നടക്കും. പാപ്പയുടെ മോതിരം അത് അടിച്ചു പരത്തി കളയണം. സീല് അടിച്ചു പൊട്ടിച്ച് കളയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ദുർവിനിയോഗം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, പണ്ട് കാലഘട്ടങ്ങളിൽ പാപ്പയുടെ മോതിരം സീൽ കൂടിയാണ്. അത് മുക്കിയിട്ടാണ് സീൽ വെച്ചിരുന്നത്. ഒഫീഷ്യൽ സംഭവങ്ങൾക്കൊക്കെ ഈ സീലുണ്ടാവും. ഇപ്പം അതില്ല. എന്നിരുന്നാലും ആ ഒരു ആചാരം അത് പൊടിച്ച് തന്നെ കളയും. അതുപോലെ സീലും പൊടിച്ച് കളയും. അത് ആദ്യമേ ചെയ്യും. അതിനുശേഷം ഇന്ന് വൈകിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ എന്താണ്, കോഫിൻ സീൽ ചെയ്യുന്ന പരിപാടി. കോഫിൻ സീൽ ചെയ്യുമ്പോൾ സാറിന് മുഖത്തൊരു വെള്ള തുണിയിടും. അതിനുശേഷം നാണയങ്ങൾ, ഡോക്യുമെൻറ്റ്സ് അതൊക്കെ അതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് സീൽ ചെയ്യും. അതും ഈ പറയുന്ന കമർലിംഗോ ആണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ റെസ്റ്റാണ്. നാളെ കുർബാനയ്ക്ക് അവിടെ ഇരിക്കുന്നു. കുർബാന തുടങ്ങുന്നു. കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട്, കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്രാവശ്യം അത് സാന്താ മരിയ മജോറയിലേക്ക് വിലാപയാത്രയായിട്ട് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്രിപ്റ്റ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ക്രിപ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് സെൻറ്റ് പീറ്റേഴ്സ് ചെയ്യുന്ന സംഭവങ്ങൾ അവസാനത്തെ സംഭവം അവിടെ ചെയ്യും.